പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഒരു പ്രോബ്ലം ചെയ്തു തന്നിരുന്നു. എല്ലാവർക്കും നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ടാവും എന്നൊക്കെ കരുതുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ഏത് ഭാഗമാണോ മനസ്സിലാവാത്തത് ആ ഭാഗം ഒന്നുകൂടി കാണാം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് അക്കൗണ്ടിങ്ങിലെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നുള്ള ചാപ്റ്ററിലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആവശ്യം വരുന്ന കുറച്ച് ഐറ്റംസിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് ട്രീറ്റ്മെന്റ് ഓഫ് സം പെക്യൂലിയർ ഐറ്റംസ്. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ കണ്ടന്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് പ്രത്യേക പരിഗണന അർഹിക്കുന്നത്, ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ അതിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് വിശദമായിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം അതിൽ നോക്കേണ്ട കാര്യം, നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെ സബ്സ്ക്രിപ്ഷൻസ് എന്നുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ അല്ലെ. സബ്സ്ക്രിപ്ഷൻ വരിസംഖ്യ എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അതിന്റെ ട്രീറ്റ്മെന്റ് നോക്കുമ്പോൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ ഇൻകത്തിന്റെ സൈഡിൽ എഴുതേണ്ടതാണ്. അതേസമയം നമുക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ കിട്ടിയതാണെങ്കിൽ, അതായത് ഒരു ടൂർണമെന്റ് ഫണ്ടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രൈസ് ഫണ്ടിന് വേണ്ടിയിട്ടോ ഒക്കെയുള്ള പ്രൈസിന് എന്തെങ്കിലും അവാർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ വേണ്ടി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതുണ്ടെങ്കിൽ അത് ഒരു പ്രത്യേക കാര്യത്തിനുള്ളതാണ്. അങ്ങനെ പ്രത്യേക കാര്യത്തിനുള്ള സബ്സ്ക്രിപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, അത് ക്യാപിറ്റലൈസ് ചെയ്യേണ്ടതാണ്. അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതാൻ പാടില്ല, ബാലൻസ് ഷീറ്റിലാണ് അത് എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. രണ്ടാമത്തെ മറ്റൊരു ഐറ്റമാണ് ഡൊണേഷൻസ്. ഡൊണേഷൻസിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഡൊണേഷൻസ് എന്ന് പറഞ്ഞാൽ സംഭാവനയാണല്ലോ അല്ലെ. അപ്പോൾ സംഭാവന കിട്ടുന്നത് നമുക്ക് എന്താണ്, സംഭാവന കിട്ടുന്നത് ജനറൽ ആയിട്ടുള്ള ഡൊണേഷൻസും ഉണ്ട്, സ്പെസിഫിക് ഡൊണേഷൻസും ഉണ്ട്. ജനറൽ ഡൊണേഷൻ ആണെങ്കിൽ ഇൻകം ആണ്. അതേസമയം സ്പെസിഫിക് ആയിട്ടുള്ള സ്പെഷ്യൽ ഡൊണേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റലൈസ് ചെയ്ത് കാണിക്കേണ്ടതാണ്. ദെൻ മറ്റൊരു ഐറ്റമാണ് ഗ്രാൻഡ്. ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിരുന്നു. എന്താണ്, ഒരു ലോക്കൽ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നോ ലോക്കൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നോ സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്നോ നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും എന്തെങ്കിലും ഒരു സഹായം കിട്ടുന്നതിനെയാണ് ഗ്രാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാൻഡ് റുട്ടീൻ എക്സ്പെൻസിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന ഗ്രാൻഡ് ആണെങ്കിൽ അത് എന്തായിട്ട് എടുക്കേണ്ടതാണ്, നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുക്കേണ്ടതാണ്. അതേസമയം സ്പെഷ്യൽ പർപ്പസ് ഗ്രാൻഡുകളാണെങ്കിൽ അത് നമ്മൾ എവിടെ എടുക്കേണ്ടതാണ്, ക്യാപിറ്റലൈസ് ചെയ്യണം. അതായത് ബാലൻസ് ഷീറ്റിൽ റിസീവ് ചെയ്ത എമൗണ്ടുകൾ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലാണ് എന്ത് ചെയ്യേണ്ടത്, അത് കാണിക്കേണ്ടത്. ഓക്കെ, ദെൻ മറ്റൊരു ഐറ്റമാണ് ലെഗസി. ലെഗസി എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞിരുന്നു. ലെഗസി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തി മരണപ്പെടുന്ന സമയത്ത് അയാളുടെ ഇഷ്ടദാനമായിട്ട് നമുക്ക് തരുന്ന ഫണ്ടിനെയാണ് ലെഗസി എന്ന് പറയുന്നത്. പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ്. ആ എമൗണ്ട് നമുക്ക് എന്താണ്, നമുക്ക് ക്യാപിറ്റൽ നേച്ചർ ഉള്ളതാണ്, വീണ്ടും വീണ്ടും കിട്ടുന്നതല്ല. അതുകൊണ്ട് തന്നെ അത് ഇൻകം അല്ല. ദെൻ മറ്റൊരു ഐറ്റമാണ് എൻഡോമെന്റ് ഫണ്ട്. എൻഡോമെന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒറ്റത്തവണമായിട്ട് മാത്രം നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ്. ആ എൻഡോമെന്റ് ഫണ്ടും നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യേണ്ടതാണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുക്കാൻ പാടില്ല. ഓക്കെ, ദെൻ മറ്റൊരു ഐറ്റമാണ് എൻട്രൻസ് ഫീസ് ഉള്ളത്. എൻട്രൻസ് ഫീസിനെ കുറിച്ചും നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് വലിയ എമൗണ്ട് ആണെങ്കിൽ നമുക്കത് എന്ത് ചെയ്യേണ്ടതാണ്, ക്യാപിറ്റലൈസ് ചെയ്യണം. അതേസമയം ചെറിയ എമൗണ്ടുകളാണ് എങ്കിൽ നമ്മളത് എന്ത് ചെയ്യേണ്ടതാണ്, നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം ആയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, എടുക്കേണ്ടത്. ഓക്കെ, ദെൻ മറ്റൊരു ഐറ്റം സെയിൽ ഓഫ് ഓൾഡ് അസറ്റ്സ് ആണ്. സെയിൽ ഓഫ് ഓൾഡ് അസറ്റ്സ്, പഴയ അസറ്റുകൾ നമുക്ക് വിറ്റിട്ട് നമുക്ക് കിട്ടുന്ന റെസിപ്റ്റ്. അങ്ങനെ പഴയ അസറ്റുകൾ, അതായത് ഫർണിച്ചറോ മെഷീനറിയോ ഒക്കെ നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് നമുക്ക് റിസീപ്റ്റ് ആണെങ്കിലും അത് ഇൻകം അല്ല അല്ലെ. അതേസമയം അതിന്റെ മുകളിലുള്ള ലാഭം വല്ലതുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ബുക്ക് വാല്യൂവിനേക്കാളും അധികം എമൗണ്ട് വല്ലതും കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് ഒരു 5000 രൂപ ബുക്ക് വാല്യൂ ഉള്ള ഒരു അസറ്റ് നമ്മൾ വിൽക്കുമ്പോൾ നമുക്കൊരു 5500 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ ആ 500 രൂപ നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, ഇൻകമായിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകത്തിന്റെ സൈഡിൽ എഴുതേണ്ടതാണ്. അതേസമയം നമുക്ക് കിട്ടുന്ന ആ 5500 രൂപ മുഴുവനും നമുക്ക് ഇൻകം ആണോ, അല്ല അല്ലെ. 500 രൂപ മാത്രമേ നമുക്ക് എന്തായിട്ട് വരുന്നുള്ളൂ, ഇൻകമായിട്ട് വരുന്നുള്ളൂ. അതേസമയം എന്തെങ്കിലും ലോസിൽ, നഷ്ടത്തിലാണ് നമുക്ക് വിൽക്കേണ്ടി വരുന്നത് എങ്കിൽ
ആ എമൗണ്ട് നമ്മൾ നഷ്ടം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നഷ്ടത്തിന്റെ അതായത് എക്സ്പെൻസിന്റെ സൈഡിൽ എന്ത് ചെയ്യേണ്ടതാണ്, നിങ്ങൾ കാണിക്കേണ്ടതാണ്. ഓക്കെ ആണല്ലോ. ദെൻ മറ്റൊരു ഐറ്റമാണ് എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റംസ്. എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ ഉദാഹരണം പറയാം. നമുക്ക് ഒരു പോസ്റ്റ് ഓഫീസിൽ നിന്ന് ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കാം. ഈ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് നമുക്ക് വിൽക്കാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? ഈ വർഷം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റംസ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ ഐറ്റത്തിൽ നമ്മൾ എത്ര രൂപയുടെ സാധനങ്ങളാണോ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്, ആ ഉപയോഗിച്ച എമൗണ്ട് മാത്രമേ നമുക്ക് എന്തായിട്ട് വരുന്നുള്ളൂ, ചെലവായിട്ട് വരുന്നുള്ളൂ. അല്ലാതെ വാങ്ങിയ മൊത്തം എമൗണ്ട് നമ്മൾ എന്തായിട്ട് എഴുതാൻ പാടില്ല, ഇൻകം ആയിട്ട് എഴുതാൻ പാടുള്ളതല്ല. ഓക്കെ, അത് ഞാൻ വിശദമായിട്ട് ഇനിയും പറയാം. അതിന്റെ പ്രോബ്ലംസ് ചെയ്യാനുണ്ട്, അത് ആ സമയത്ത് പറയാം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ സബ്സ്ക്രിപ്ഷൻസും എന്താണ്, കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനുണ്ട്. അഡ്ജസ്റ്റ്മെന്റുകൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോഴേ നിങ്ങൾക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ആ ഐറ്റംസ്, സബ്സ്ക്രിപ്ഷൻസ്, അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റംസ്, അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ഐറ്റം ഉള്ളത് സാലറി അല്ലെങ്കിൽ റെന്റ്, അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യേണ്ടി വരുമ്പോൾ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കുറച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ അത് ഞാൻ അതിലേക്ക് കടക്കാവുന്നതാണ്. അതിനു മുമ്പ് കുറച്ച് ഐറ്റംസ് കൂടി. മറ്റൊരു ഐറ്റമാണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്. ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് എന്താണെന്ന് പറഞ്ഞിരുന്നു, നമ്മൾ ജീവിതകാലം മുഴുവൻ മെമ്പർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന ഫീസുകളൊക്കെയാണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് എന്ന് പറയുന്നത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തായിട്ട് എടുക്കേണ്ടതാണ്, ക്യാപിറ്റലൈസ് ചെയ്യേണ്ടതാണ്, ഇൻകം ആയിട്ട് എഴുതാൻ പാടുള്ളതല്ല. മറ്റൊരു ഐറ്റം പേയ്മെന്റ് ഓഫ് ഹോണറേറിയാണ്. ഹോണറേറിയം എന്ന് പറഞ്ഞാൽ പാരിതോഷികം കൊടുക്കുന്നതാണെന്ന് പറഞ്ഞിരുന്നു. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നമുക്ക് ചെലവാണ്. അതുകൊണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ എക്സ്പെൻഡിച്ചറിന്റെ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, എഴുതേണ്ടതാണ്. മറ്റൊരു ഐറ്റം സ്പെഷ്യൽ പർപ്പസ് ഫണ്ടുകളാണ്. സ്പെഷ്യൽ പർപ്പസ് ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ക്ലബ്ബാണ് എങ്കിൽ ആ ക്ലബിന് എന്തെങ്കിലും ഒരു പ്രത്യേക പ്രവർത്തനങ്ങൾ നടത്തും. ഇപ്പോൾ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ്, അതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ കയ്യിൽ നിന്നോ ഒക്കെ എമൗണ്ട് കളക്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനും നമുക്ക് എന്ത് ചെയ്യണം, ഒരു പ്രത്യേക രീതിയിൽ തന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ട്രീറ്റ്മെന്റ് ഓഫ് സം പെക്യൂലിയർ ഐറ്റംസ് എന്നുള്ളതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒരു 3 കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് എന്ത് ചെയ്യാവുന്നതാണ്, പഠിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് അതിലേക്ക് കിടക്കാം. ആദ്യം നോക്കാനുള്ളത് സബ്സ്ക്രിപ്ഷൻസ്. ലെറ്റ്സ് ഗോ ടു ദ സബ്സ്ക്രിപ്ഷൻസ്. അപ്പോൾ സബ്സ്ക്രിപ്ഷൻസ് എന്നുള്ളതിൽ നമുക്ക് തരാനുള്ളത്, നമുക്ക് റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ സബ്സ്ക്രിപ്ഷൻ എത്ര രൂപയാണ് കിട്ടിയിട്ടുള്ളത്, ഈ വർഷം നമുക്ക് എത്ര രൂപയാണ് കിട്ടിയിട്ടുള്ളത് എന്ന് തന്നിട്ടുണ്ടാവും. അതായത് സബ്സ്ക്രിപ്ഷൻസ് റിസീവ്ഡ് ₹8,000. ഞാൻ ഒരു എമൗണ്ട് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സബ്സ്ക്രിപ്ഷൻസ് റിസീവ്ഡ് ₹8,000, അതായത് ഈ വർഷം നമുക്ക് കിട്ടിയ എമൗണ്ട് ആണ് ₹8,000. ദെൻ മറ്റ് 4 കാര്യങ്ങൾ തന്നിട്ടുണ്ടാവും. 4 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് സബ്സ്ക്രിപ്ഷൻസ് ഔട്ട്സ്റ്റാൻഡിങ്. എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ? ഇനിയും കിട്ടാനുള്ളതാണ് ഔട്ട്സ്റ്റാൻഡിങ്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എന്നുള്ളത് 2 എണ്ണം തന്നിട്ടുണ്ട്. 2 ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും. ഈ 2 ഔട്ട്സ്റ്റാൻഡിങ്ങിൽ രണ്ടിന്റെയും ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നിന്റെ ഡേറ്റ് തന്നിട്ടുള്ളത് 31/12/2019. അതായത് നമ്മുടെ 2019 എന്നുള്ള വർഷത്തിൽ നടന്നിട്ടുള്ള ട്രാൻസാക്ഷനെ കുറിച്ചാണ് പറയുന്നത്. 2019 നമുക്ക് 8,000 രൂപ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് ഇനിയും കിട്ടാനുള്ളത് 31/12/2019 2,000 രൂപയുണ്ട്. അതായത് 2019 അവസാനം ഇനിയും കിട്ടാനുണ്ട് സബ്സ്ക്രിപ്ഷൻ 2,000 രൂപ. ദെൻ മറ്റൊന്ന് വന്നിട്ടുള്ളത് സബ്സ്ക്രിപ്ഷൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 1/1/2019. അതായത് നമുക്ക് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ നമുക്ക് കിട്ടാനുള്ള എമൗണ്ട് ആണ് 1,000 രൂപ. ഓക്കെ, പിന്നെ മറ്റു 2 ഐറ്റംസ് തന്നിട്ടുള്ളത് സബ്സ്ക്രിപ്ഷൻസ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. എന്താണ് അഡ്വാൻസ് തന്നിട്ടുള്ളത് 2 ഡേറ്റിലുള്ളതും തന്നിട്ടുണ്ട്. അതായത് ഈ വർഷത്തിന്റെ അവസാനമുള്ള ഡേറ്റും ഈ വർഷത്തിന്റെ ആദ്യത്തിലുള്ള എമൗണ്ടും അഡ്വാൻസ് എത്ര രൂപയുണ്ട് എന്ന് നമുക്ക് തന്നിട്ടുണ്ടാവും.
അപ്പൊ ഈ എമൗണ്ടുകളിൽ നിന്ന് നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എത്ര രൂപ സബ്സ്ക്രിപ്ഷൻ ആയിട്ട് എഴുതണം എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം വളരെ സിമ്പിൾ ആണ്. എന്താണ് ഈ പോയിന്റ് മനസ്സിൽ വെക്കണം നിങ്ങൾ. എന്താണെന്ന് അറിയോ? അതായത് മാച്ചിങ് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഒരു വർഷത്തെ പ്രോഫിറ്റ് കണക്കാക്കണമെങ്കിൽ ഈ വർഷത്തെ ഇൻകവും ഈ വർഷത്തെ എക്സ്പെൻസും തമ്മിലാണ് താരതമ്യം ചെയ്യേണ്ടത്, കമ്പയർ ചെയ്യേണ്ടത്, അല്ലെ? അപ്പോൾ നമുക്ക് ഈ വർഷത്തെ ഇൻകം എത്ര രൂപയുണ്ടോ അതൊക്കെ നമ്മൾ കിട്ടിയ ഇൻകത്തിന്റെ കൂടെ, കിട്ടിയ റെസീപ്റ്റിന്റെ കൂടെ കൂട്ടി എഴുതേണ്ടി വരും. അതേസമയം ഈ വർഷത്തെ അല്ലാത്തത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കുറച്ചും എഴുതേണ്ടി വരും. ഇത്രയാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അതിന്റെ ചെയ്യാനുള്ള കാര്യം. അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് സബ്സ്ക്രിപ്ഷൻസ് റിസീവ്ഡ് തന്നിട്ടുള്ളത് 2000 റുപ്പീസ് ആണ്, 8000 റുപ്പീസ് ആണ്. ആ 8000 റുപ്പീസ് നമ്മൾ ഇതിൽ ഇതുപോലെ ഒരു കോളം വരച്ചിട്ട്, അതായത് ഒരു പർട്ടിക്കുലേഴ്സിന്റെ കോളവും മറ്റൊരു എമൗണ്ട് കോളം. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകത്തിന്റെ സൈഡാണ്, അതായത് ക്രെഡിറ്റ് സൈഡാണ്. ആ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത് പർട്ടിക്കുലേഴ്സിന്റെ കോളമാണ്. അപ്പോൾ അതിൽ ആദ്യം ചെയ്യേണ്ടത് സബ്സ്ക്രിപ്ഷൻസ് റിസീവ്ഡ് എത്രയാണ് എന്നുള്ളത് നിങ്ങൾ എഴുതണം. സബ്സ്ക്രിപ്ഷൻസ് റിസീവ്ഡ് ഉള്ളത് എത്ര രൂപയാണ് തന്നിട്ടുള്ളത്? 8000 റുപ്പീസ് ആണ് തന്നിട്ടുള്ളത്. ആ 8000ന്റെ കൂടെ നമ്മൾ ഈ 4 കാര്യങ്ങളിൽ 2 എണ്ണം ആഡ് ചെയ്യാനും 2 എണ്ണം ലെസ് ചെയ്യാനുമാണ് ഉണ്ടാവുക, അല്ലെ? അതായത് ഈ വർഷത്തേതായിട്ടുള്ള 2 എണ്ണം ഉണ്ടാവും, അടുത്ത വർഷത്തേതോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തേതോ ആയിട്ടുള്ള 2 എണ്ണവും ഉണ്ടായിരിക്കാം. അപ്പൊ അതിൽ 2 എണ്ണം ആഡ് ചെയ്യാനും 2 എണ്ണം ലെസ് ചെയ്യാനും ഉണ്ട്. ഏതൊക്കെയാണ് ആഡ് ചെയ്യാനുണ്ടാവുക? ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഐറ്റംസ് ഓരോന്നും വായിച്ചു നോക്കി അത് ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ തന്നിട്ടുള്ള സബ്സ്ക്രിപ്ഷൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31/12/2019 ആണ് 2000 റുപ്പീസ്. അതായത് 2019ന്റെ അവസാനം നമുക്ക് ഇനിയും കിട്ടാനുണ്ട് 2000 രൂപ സബ്സ്ക്രിപ്ഷൻ. മനസ്സിലാക്കേണ്ട കാര്യം, 2019ന്റെ അവസാനത്തിൽ ഇനിയും കിട്ടാനുള്ളതുണ്ടെങ്കിൽ അത് 2019ലേതാണ്, അല്ലെ? അതുകൊണ്ട് നമുക്ക് കിട്ടിയ 8000 രൂപയുടെ കൂടെ ഇനിയും കിട്ടാനുള്ള ആ 2000 രൂപ ഈ വർഷത്തേതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കൂട്ടി എഴുതേണ്ടി വരും. അതുകൊണ്ട് ആഡ് എന്ന് എഴുതിയിട്ട് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഉള്ളത് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31/12/2019 31/12/2019 സബ്സ്ക്രിപ്ഷൻ ആഡ് ചെയ്യാം. ദെൻ അത് 2000 റുപ്പീസ് ആണ്, അത് ആഡ് ചെയ്യാം. പിന്നെ അടുത്ത ഐറ്റം നോക്കുക. അടുത്ത ഐറ്റം സബ്സ്ക്രിപ്ഷൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 1/1/2019 ആണ്, അല്ലെ? 1/1/2019 സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ വർഷത്തിന്റെ തുടക്കത്തിൽ ഇനിയും നമുക്ക് കിട്ടാനുള്ള സബ്സ്ക്രിപ്ഷനാണ്. ഈ വർഷത്തിന്റെ തുടക്കത്തിൽ നമുക്ക് കിട്ടാനുള്ള എമൗണ്ട്, അതായത് കഴിഞ്ഞ വർഷത്തിന്റെ അവസാനം കിട്ടാനുള്ള എമൗണ്ട് ആയിരിക്കുമല്ലോ, അല്ലെ? കഴിഞ്ഞ വർഷത്തിന്റെ അവസാനം കിട്ടാനുള്ള എമൗണ്ട് കഴിഞ്ഞ വർഷത്തെ ഇൻകത്തിന്റെ ബാക്കിയല്ലേ? അതുകൊണ്ട് ആ എമൗണ്ട് നമുക്ക് ഈ വർഷം കിട്ടിയിട്ടുണ്ടാവും. ആ കിട്ടിയ എമൗണ്ടിൽ നിന്ന് 8000 രൂപ നമുക്ക് കിട്ടിയതിൽ എന്തുകൂടി ഉൾപ്പെട്ടിട്ടുണ്ടാവാം? കഴിഞ്ഞ വർഷം കിട്ടാനുള്ള എമൗണ്ട് കിട്ടിയതും ഉണ്ടാവാം. അതുകൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നു? ലെസ് ചെയ്യണം. അതുകൊണ്ട് ആഡ് ചെയ്യാനുള്ളതിന്റെ മറ്റൊരു ഐറ്റം ലെസ് ചെയ്യാനുള്ളതാണ്. അപ്പൊ ലെസ് ചെയ്യാനുള്ളതിൽ എഴുതുക എന്ത്? ഔട്ട്സ്റ്റാൻഡിംഗ്. അതായത് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 1/1/2019 എമൗണ്ട് നമ്മൾ ലെസ് ചെയ്യണം. 1/1/2019 എമൗണ്ട് എത്രയാ? 1000 രൂപ, അല്ലെ? ആ 1000 രൂപ നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്? ലെസ് ചെയ്യാനുള്ള ഐറ്റത്തിൽ വരുന്നതാണ്, കുറച്ച് എഴുതാനുള്ളതാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് മൂന്നാമത്തെ ഐറ്റത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ ഐറ്റം എന്താണ്? സബ്സ്ക്രിപ്ഷൻസ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആയിട്ട് നമുക്ക് സബ്സ്ക്രിപ്ഷൻ കിട്ടിയതാണ്. അഡ്വാൻസ് ആയിട്ട് സബ്സ്ക്രിപ്ഷൻ കിട്ടിയതിന്റെ ഡേറ്റ് തന്നിട്ടുള്ളത് 31/12/2019 ആണ്. അതായത് ഈ വർഷത്തിന്റെ അവസാനം അഡ്വാൻസ് ഉള്ള എമൗണ്ട്. ഈ വർഷത്തിന്റെ അവസാനമുള്ള അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് അടുത്ത വർഷത്തേക്ക് വേണ്ടി ഇക്കൊല്ലം തന്നെ നമ്മൾ കൊടുത്തതായിരിക്കില്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്? ആ എമൗണ്ട്, ഈ 8000 രൂപ കൊടുത്തതിൽ അടുത്ത വർഷത്തേക്ക് കൊടുക്കാനുള്ള 3000 രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും, അല്ലെ? അതുകൊണ്ട് 8000 രൂപയിൽ ഈ 3000 രൂപ ഈ വർഷത്തെ ഇൻകം ആണോ? അല്ലല്ലോ, അടുത്ത വർഷത്തേക്കുള്ള ഇൻകം ആണ്. അതായത് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ആ കിട്ടിയിട്ടുള്ളത് നമുക്ക് അടുത്ത വർഷത്തേക്കുള്ള ഇൻകം ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് കുറച്ച് എഴുതേണ്ടി വരും.
അപ്പോൾ ലെസ് ചെയ്യാനുള്ളതിൽ മറ്റൊരു ഐറ്റമാണ് എന്ത്, അഡ്വാൻസ് ഓൺ 1/31/2019 3000 രൂപ. ആ 3000 രൂപ നമ്മൾ എന്ത് ചെയ്യാനുള്ളതാണ്, നമുക്ക് ലെസ് ചെയ്ത് കാണിക്കേണ്ടതാണ്. ഓക്കെ, നമുക്ക് കിട്ടിയ സബ്സ്ക്രിപ്ഷനിൽ അടുത്ത വർഷത്തേക്ക് കിട്ടാനുള്ള എമൗണ്ട് കിട്ടിയതാണ്. ക്ലിയർ ആണല്ലോ? ദെൻ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തതും കിട്ടിയതും ഒക്കെ പറയാം. നമ്മുടെ ഭാഗത്ത് നമ്മൾ ക്ലബാണ്, നമ്മൾ ക്ലബിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് കിട്ടിയതാണ്. നമ്മൾ പുറത്തുനിന്നുള്ള ഒരാളായി നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്താണ്, അത് കൊടുത്തതുമാണ് അല്ലെ. അപ്പൊ അതിന്റെ ഇൻകം ആണോ എക്സ്പെൻസ് ആണോ, ഇല്ലെങ്കിൽ അത് ആഡ് ചെയ്യേണ്ടതാണോ ലെസ് ചെയ്യേണ്ടതാണോ എന്നുള്ളത് ഈ രീതിയിലാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു ഐറ്റം എന്താണെന്നുള്ളത്, സബ്സ്ക്രിപ്ഷൻസ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ 1/1/2019 ആണ് അല്ലെ. 1/1/2019 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വർഷത്തിന്റെ തുടക്കത്തിലാണ്. ഈ വർഷത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ എന്താണ്, കഴിഞ്ഞ വർഷത്തിന്റെ അവസാനമാണല്ലോ അല്ലെ. കഴിഞ്ഞ വർഷത്തിന്റെ അവസാനം നമുക്ക് അഡ്വാൻസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട് എങ്കിൽ അത് ഈ വർഷത്തേക്കുള്ള എമൗണ്ട് കഴിഞ്ഞ വർഷം തന്നെ തന്നതായിരിക്കുമല്ലോ അല്ലെ. അത് ഈ വർഷത്തേതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ വർഷത്തേതായതുകൊണ്ട് അത് എന്ത് ചെയ്യാനുള്ളതാണ്, ആഡ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് അഡ്വാൻസ് ഓൺ 1/1/2019 നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് കാണിക്കണം. 4000 rupees ആണ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ 4000 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8000 + 2 ആഡ് ചെയ്യുന്ന 2000 4000 ആഡ് ചെയ്യുമ്പോൾ 14,000 rupees ആണ് ടോട്ടൽ കിട്ടുന്നത്. ആ 14,000 rupees എഴുതിയിട്ട് അതിൽ നിന്ന് ലെസ് ചെയ്യാനുള്ളതാണ് എത്ര രൂപ, 1,000 3,000. ദെൻ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 10,000 ആയിരിക്കും. ഈ 10,000 rupees ആണ് നമ്മളുടെ എന്ത്, സബ്സ്ക്രിപ്ഷൻസ് ടു ബി ക്രെഡിറ്റഡ്. സബ്സ്ക്രിപ്ഷൻസ് ടു ബി ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ട സബ്സ്ക്രിപ്ഷൻ ഈ 10,000 രൂപയാണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് സബ്സ്ക്രിപ്ഷനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം. ഞാൻ ജസ്റ്റ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഔട്ട്സ്റ്റാൻഡിംഗ് ഉള്ളത് ഈ വർഷത്തിന്റെ അവസാനമുള്ളത് ആഡ് ചെയ്യണം. കാരണം ഈ വർഷത്തിന്റെ അവസാനം ഔട്ട്സ്റ്റാൻഡിംഗ് ഉള്ളത് എന്താണ്, നമുക്ക് ഈ വർഷം ഇനിയും കിട്ടാനുള്ള എമൗണ്ട് ആണ്, അതുകൊണ്ട് ആഡ് ചെയ്യണം. അതേസമയം അഡ്വാൻസ് ഉള്ളതാണെങ്കിൽ ഈ വർഷത്തിന്റെ തുടക്കത്തിലുള്ളതാണ് ആഡ് ചെയ്യേണ്ടത്. കാരണം എന്താണ്, ഈ വർഷത്തിന്റെ തുടക്കത്തിലുള്ള അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം തന്നെ നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളതാണ്. ആ കഴിഞ്ഞ വർഷം അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ള എമൗണ്ട് ഈ വർഷത്തേക്ക് വേണ്ടിയിട്ട് തന്നതാണ് അല്ലെ. അതുകൊണ്ട് അതും ഈ വർഷത്തേക്കാണ്, അത് നമ്മൾ ആഡ് ചെയ്യണം. അതേസമയം ഇതിന്റെ രണ്ടിന്റെയും ഓപ്പോസിറ്റ് നമ്മൾ എന്തും ചെയ്യണം, ലെസ്സും ചെയ്യണം. അതായത് ഈ വർഷത്തിന്റെ തുടക്കത്തിലുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് ലെസ് ചെയ്യണം, ഈ വർഷത്തിന്റെ തുടക്കത്തിൽ അവസാനമുള്ള അഡ്വാൻസും എന്ത് ചെയ്യേണ്ടതാണ്, നമ്മൾ ലെസ് ചെയ്ത് കാണിക്കണം, കുറച്ച് കാണിക്കേണ്ടതാണ്. ഓക്കെ, നമ്മളിപ്പോൾ സബ്സ്ക്രിപ്ഷനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇതുപോലെ തന്നെയാണ് എന്തിന്റെ കാര്യങ്ങളും, സാലറി അതുപോലെ തന്നെ റെന്റ് എന്നീ കാര്യങ്ങളുടെയും ചെയ്യാനുള്ളത്. സാലറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പേയ്മെന്റ് ആണ്, റെന്റും നമുക്ക് പേയ്മെന്റ് ആണ്. റെന്റും സാലറിയും പേയ്മെന്റ് ആണെങ്കിൽ ഇത് എക്സ്പെൻസസ് ആയിട്ടാണ് വരേണ്ടത്. നമുക്ക് പേയ്മെന്റ് ആയതുകൊണ്ട് അത് എക്സ്പെൻഡിച്ചർ ആണ്. ഈ എക്സ്പെൻഡിച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഔട്ട്സ്റ്റാൻഡിങ്ങും അതുപോലെ തന്നെ അഡ്വാൻസും ഉണ്ടായേക്കാം. ഇത് എന്തുപോലെ തന്നെയാണ്, സബ്സ്ക്രിപ്ഷന്റെ അതേപോലെ തന്നെയാണ് വരുന്നത്. അതായത് സബ്സ്ക്രിപ്ഷന്റെ പ്രോബ്ലം ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഔട്ട്സ്റ്റാൻഡിങ് 2 ഡേറ്റിലുള്ളതുണ്ട്, തുടക്കത്തിലുള്ളതും അവസാനമുള്ളതും. അതുപോലെ തന്നെ അഡ്വാൻസും തുടക്കത്തിലുള്ളതും അവസാനമുള്ളതും ഉണ്ടായിരിക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ തന്നിട്ടുള്ള ഐറ്റം തന്നെ സബ്സ്ക്രിപ്ഷൻസ് റിസീവ്ഡ് എന്നുള്ള സ്ഥാനത്ത് എന്താവും, സാലറി പെയ്ഡ് അല്ലെ. സാലറി പെയ്ഡ് ഈ വർഷം നമ്മൾ കൊടുത്ത എമൗണ്ട് എത്രയാണ്, ആ എമൗണ്ട് ആണ് എന്തായിട്ട് വരേണ്ടത്, ഇവിടെ എമൗണ്ട് ആയിട്ട് വരേണ്ടത്. സാലറി പെയ്ഡ് ഉള്ളത് 8,000 രൂപയാണെന്ന് വിചാരിക്കുക. ഇതിൽ ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ വർഷത്തിന്റെ അവസാനമുള്ള ഔട്ട്സ്റ്റാൻഡിങ് എന്ത് ചെയ്യണം, ആഡ് ചെയ്യേണ്ടി വരും അല്ലെ. സാലറി നമ്മൾ ഇനിയും കൊടുക്കാനുള്ളത്, ഈ വർഷത്തിന്റെ അവസാനം ഇനിയും കൊടുക്കാനുള്ളത് ആഡ് ചെയ്യണം. അതേസമയം ഈ വർഷത്തിന്റെ തുടക്കത്തിൽ അഡ്വാൻസ് ആയിട്ട് കൊടുത്ത എമൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ അതും എന്ത് ചെയ്യേണ്ടി വരും, ആഡ് ചെയ്യേണ്ടി വരും. ക്ലിയർ ആണോ, മനസ്സിലായിട്ടുണ്ടല്ലോ. അതായത് സാലറി നമ്മൾ ഈ വർഷം എത്ര രൂപ കൊടുത്തിട്ടുണ്ടോ ആ കൊടുത്തതിന്റെ കൂടെ ഈ വർഷത്തിന്റെ അവസാനം ഇനിയും കൊടുക്കാനുള്ളത് കൂട്ടണം. അതേസമയം അതേപോലെ തന്നെ എന്ത് വേണം, ഈ വർഷത്തിന്റെ തുടക്കത്തിലുള്ള അഡ്വാൻസും നമ്മൾ കൂട്ടിയത്.
അതേസമയം ഇതിന്റെ രണ്ടിന്റെ ഓപ്പോസിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അതായത് ഈ വർഷത്തിന്റെ തുടക്കത്തിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ ലെസ് ചെയ്യണം. കാരണം എന്താണ്? തുടക്കത്തിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇനിയും കൊടുക്കാനുള്ള എമൗണ്ട് ആണ്, അത് ലെസ് ചെയ്യണം. അതേസമയം ഈ വർഷത്തിന്റെ അവസാനമുള്ള അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള എമൗണ്ട് ആണ്, അതും നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്? ലെസ് ചെയ്ത് കാണിക്കേണ്ടതാണ്. ഇതുപോലെ തന്നെയാണ് റെന്റിന്റെ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റെന്റ് പെയ്ഡ് ആണ് എഴുതണം. റെന്റ് പെയ്ഡ് 8000 രൂപ, ഇനിയും കൊടുക്കാനുള്ളത് ഈ വർഷത്തിന്റെ അവസാനം കൊടുക്കാനുള്ളത് 2000 രൂപയാണെങ്കിൽ 10000 രൂപ ഈ വർഷത്തെ റെന്റ് ആണ്, ചെലവാണ് അല്ലെ. പിന്നെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ 4000 രൂപ നമ്മൾ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യേണ്ടി വരും? ആഡ് ചെയ്യേണ്ടി വരും. അപ്പൊ 14000 രൂപയാണ് നമ്മൾ നമ്മുടെ സാലറി എന്ന് പറയുന്ന അല്ലെങ്കിൽ റെന്റ് എന്ന് പറയുന്ന എമൗണ്ട്. then അതിൽ നിന്ന് ഔട്ട്സ്റ്റാൻഡിങ് ഈ വർഷത്തിന്റെ തുടക്കത്തിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് എന്ത് ചെയ്യേണ്ടി വരും? ലെസ് ചെയ്യേണ്ടി വരും. അഡ്വാൻസ് ആണെങ്കിൽ ഈ വർഷത്തിന്റെ അവസാനമുള്ള അഡ്വാൻസും എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പൊ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കടക്കാം. അടുത്ത പോയിന്റ് സ്പെഷ്യൽ പർപ്പസ് ഫണ്ടുകളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ടൂർണമെന്റ് ഫണ്ടുകളെ കുറിച്ച് പറയുമ്പോൾ ടൂർണമെന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ക്ലബ്ബ് നടത്തുന്നുണ്ടെങ്കിൽ ആ ക്ലബിൽ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റോ അല്ലെങ്കിൽ ഫുട്ബോൾ ടൂർണമെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ നടത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫണ്ട് സ്വരൂപിക്കുന്നുണ്ടെങ്കിൽ ആ ഫണ്ടിന്റെ ട്രീറ്റ്മെന്റ്, ഒരു ഫൈനൽ അക്കൗണ്ട്സ് ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത് 4 മാർക്കിനൊക്കെ വരുന്ന ഒരു പ്രോബ്ലം ആണ്, നിങ്ങൾക്ക് എക്സാമിൽ വരുന്ന പ്രോബ്ലം ആണ്. അപ്പോൾ ഇതിൽ ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ആദ്യം നമുക്കൊരു ട്രയൽ ബാലൻസ് വന്നിട്ടുണ്ടാവും അല്ലെ. ട്രയൽ ബാലൻസിലുള്ള ഐറ്റംസ് അല്ലെങ്കിൽ ഡെബിറ്റ് ബാലൻസുകളും ക്രെഡിറ്റ് ബാലൻസുകളും തന്നിട്ടുണ്ടാവും. ഇപ്പോ ഒരു 5 ഐറ്റംസ് ഇവിടെ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ഈ 5 ഐറ്റംസ് ആണ് തരിക. ടൂർണമെന്റ് ഫണ്ട്, ഒന്നാമത്തെ ഐറ്റം ടൂർണമെന്റ് ഫണ്ട്. ദെൻ മറ്റൊന്ന് ടൂർണമെന്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്, മറ്റൊന്ന് ടൂർണമെന്റ് എക്സ്പെൻസസ്, മറ്റൊന്ന് ടൂർണമെന്റ് ഇൻകം, മറ്റൊന്ന് ഇൻട്രസ്റ്റ് ഓൺ ടൂർണമെന്റ് ഇൻവെസ്റ്റ്മെന്റ്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഈ ഐറ്റംസ് തന്നാൽ ഒരു ഇൻകം എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും സമയത്ത്, അതായത് ഫൈനൽ അക്കൗണ്ടുകൾ ഉണ്ടാക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ഐറ്റംസ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നതാണ്. ഓക്കെ. ഇതിന് അതിലേക്ക് കടക്കുമ്പോൾ ഓരോ ഐറ്റംസ് എന്താണെന്ന് മനസ്സിലാക്കുക. ടൂർണമെന്റ് ഫണ്ട്, ഇതിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് തന്നിട്ടുള്ളത് 15000 രൂപ. ടൂർണമെന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലബ്ബ് പൊതുജനങ്ങളെ കയ്യിൽ നിന്ന് ഈ ടൂർണമെന്റിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ഫണ്ടാണ് ടൂർണമെന്റ് ഫണ്ട്. അത് നമുക്ക് കിട്ടിയതായതുകൊണ്ട്, ഇൻകം ആയതുകൊണ്ട്, അല്ലെങ്കിൽ ലയബിലിറ്റി ആയിട്ട് എന്ത് ചെയ്യാവുന്നതാണ്, അതിന് കാണാവുന്നതാണ്. അതുകൊണ്ടാണ് ഇത് ക്രെഡിറ്റ് ബാലൻസ് വന്നിട്ടുള്ളത്. ക്രെഡിറ്റ് ബാലൻസ് വന്നിട്ടുള്ളത് ഇൻകമോ അല്ലെങ്കിൽ ലയബിലിറ്റിയോ ആയിരിക്കുമല്ലോ അല്ലെ. ദെൻ രണ്ടാമതായിട്ട് എന്നുള്ള ടൂർണമെന്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ 15000 രൂപ നമ്മൾ ആ ടൂർണമെന്റിൽ ഇറക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ആ ഫണ്ട് വേണമെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ബാങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബിസിനസ്സുകളിലോ എന്തെങ്കിലും കാര്യങ്ങളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് അതിന്റെ മുകളിൽ എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. അതൊരു ഇൻകം ആയിട്ട് നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ടൂർണമെന്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. ദെൻ മറ്റൊന്ന് ടൂർണമെന്റ് എക്സ്പെൻസ് ആണ്. അതായത് ആ ഒരു പീരിയഡിൽ നമുക്ക് ആ ടൂർണമെന്റിന് വേണ്ടി നമ്മൾ ചെലവഴിച്ച എമൗണ്ട് ആണ് ടൂർണമെന്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ദെൻ മറ്റൊന്ന് ടൂർണമെന്റ് ഇൻകം ആണ്. ടൂർണമെന്റ് ഇൻകം ഉണ്ടായിട്ടുള്ളത് 1400 റുപ്പീസ് ആണ്. അതായത് ടൂർണമെന്റ് നടത്തുമ്പോൾ നമുക്ക് ഉണ്ടായിട്ടുള്ള വരുമാനം 1400 രൂപ ഉണ്ടായിട്ടുണ്ട്. ദെൻ മറ്റൊന്ന് ഇൻട്രസ്റ്റ് ഓൺ ടൂർണമെന്റ് ഫണ്ട്, ഞാൻ TF എഴുതിയിട്ടുള്ളൂ. ഇൻട്രസ്റ്റ് ഓൺ ടൂർണമെന്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്, അതായത് നമ്മൾ ഈ ഫണ്ട് ടൂർണമെന്റ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തല്ലോ 15000 രൂപ. ആ 15000 രൂപയുടെ മുകളിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുള്ളതാണ് എത്ര രൂപ? 1200 രൂപ. ഇങ്ങനെ 5 ഐറ്റംസ് തന്നിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയേ പറയാനുള്ളൂ. ടൂർണമെന്റ് ഫണ്ട് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലയബിലിറ്റിയാണ്. അതുകൊണ്ട് നമ്മളത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കേണ്ടതാണ്. ഓക്കെ. ടൂർണമെന്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ നിക്ഷേപം നടത്തിയതാണ്. ആ നിക്ഷേപം നടത്തിയത് നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ളത് കൊണ്ട് നമുക്ക് അതിനെ എന്തായിട്ട് കാണാവുന്നതാണ്? ഒരു അസറ്റ് ആയിട്ട് കാണാം. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലാണ് ടൂർണമെന്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് കാണിക്കേണ്ടത്. ടൂർണമെന്റ് ഫണ്ട് കാണിക്കേണ്ടത് ലയബിലിറ്റി സൈഡിൽ, ടൂർണമെന്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് കാണിക്കേണ്ടത് അസറ്റ് സൈഡിൽ. ഓക്കെ. ദെൻ മറ്റൊന്ന് ടൂർണമെന്റ് എക്സ്പെൻസുകൾ. ടൂർണമെന്റ് എക്സ്പെൻസുകൾ ഇവിടെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തെറ്റാനുള്ള ഒരു സാധ്യത കാണുന്നത്. ടൂർണമെന്റ് ഫണ്ട് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമുക്കത്
ഒരു എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് നേരെ കൊണ്ടുപോയി ഇവിടെ എഴുതാം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്പെൻസിന്റെ ഭാഗത്ത് എഴുതാം എന്നുള്ളതാണ് എല്ലാവരും ചിന്തിക്കുക. അതുപോലെ തന്നെ ടൂർണമെന്റ് ഇൻകം ഉള്ളത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ, അതായത് ഇൻകത്തിന്റെ സൈഡിൽ എഴുതാം എന്നുമാണ് എല്ലാവരും വിചാരിക്കുക. പക്ഷെ ഇവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. സ്പെഷ്യൽ പർപ്പസ് ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ട കാര്യം, ഇങ്ങനെ ഒരു സ്പെഷ്യൽ പർപ്പസ് ഫണ്ട് ഉണ്ടെങ്കിൽ ആ ഫണ്ടിന്റെ കൂടെ ടൂർണമെന്റ് ഇൻകം ഉള്ളത് ആഡ് ചെയ്ത് കാണിക്കണം. ടൂർണമെന്റ് ഇൻകം ഉണ്ടാകുന്ന നമുക്ക് വരുമാനമാണ്, അത് ആഡ് ചെയ്തും അതേസമയം ടൂർണമെന്റ് എക്സ്പെൻസുകൾ ഉള്ളത് നമ്മൾ ലെസ്സും ചെയ്ത് കാണിക്കുകയാണ് വേണ്ടത്. എവിടെ? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലല്ല, ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലാണ് എന്ത് ചെയ്യേണ്ടത്? ടൂർണമെന്റ് ഫണ്ടിന്റെ കൂടെ ടൂർണമെന്റ് എക്സ്പെൻസുകൾ ലെസ് ചെയ്യണം, ടൂർണമെന്റ് ഇൻകങ്ങൾ ആഡ് ചെയ്യണം. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ടൂർണമെന്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഇൻകം ആണ്, അതും ആഡ് ചെയ്യണം. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പർപ്പസ് ഫണ്ട് ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസുകളും അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻകങ്ങളും നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ അല്ല എഴുതേണ്ടത്. എവിടെയാണ് എഴുതേണ്ടത്? നമ്മുടെ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ ഇൻകങ്ങൾ ഉള്ളത് കൂട്ടിയും എക്സ്പെൻസുകൾ ഉള്ളത് കുറച്ചും ആണ് എഴുതേണ്ടത്. ഇത്രയാണ് സ്പെഷ്യൽ പർപ്പസ് ഫണ്ടിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിൽ വരിക എന്ന് നോക്കാം. നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിൽ വരുന്നത് റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആണ് ആദ്യം ഉള്ളത്. റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ഈ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇത് എഴുതുന്നില്ല, അത് റിസീപ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. പിന്നീട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇതിലുള്ള ഇൻകങ്ങളോ അല്ലെങ്കിൽ എക്സ്പെൻസുകളോ എഴുതാൻ പാടില്ല എന്നാണല്ലോ ഞാൻ പറഞ്ഞത്. അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ സ്പെഷ്യൽ പർപ്പസ് ഫണ്ടുകൾ വരുന്നില്ല. ദെൻ നമ്മുടെ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് ഇത് ശ്രദ്ധിക്കാനുള്ളത്. ബാലൻസ് ഷീറ്റിൽ ഓരോ ഐറ്റംസ് എവിടെയൊക്കെ വരുന്നത് നോക്കാം. ടൂർണമെന്റ് ഫണ്ട് ഉള്ളത് നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. ടൂർണമെന്റ് ഫണ്ട് 15,000 rupees ആണ് ടൂർണമെന്റ് ഫണ്ട് ഉള്ളത്, അത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. ടൂർണമെന്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് നമുക്ക് എന്താണ്? അസറ്റ് ആണ്. അസറ്റ് ആയതുകൊണ്ട് ടൂർണമെന്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. അതായത് ടൂർണമെന്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ 15,000 രൂപ നമ്മൾ കാണിക്കണം. ഓക്കെ, ഇനി ചെയ്യാനുള്ള വളരെ സിമ്പിൾ ആണ്. ഇതിലുള്ള എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്? ലെസ് ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞു. ഇൻകങ്ങൾ എന്ത് ചെയ്യേണ്ടതുമാണ്? അതുകൊണ്ട് നമുക്ക് നേരെ എന്ത് ചെയ്യാം? ഇൻകങ്ങൾ ഏതൊക്കെ ഉണ്ട് അത് നേരെ ആഡ് ചെയ്യാം. ആഡ് ചെയ്യേണ്ടതാണ് ടൂർണമെന്റ് ഇൻകം. അപ്പോ ആഡ് ചെയ്യണം ടൂർണമെന്റ് ഇൻകം ആഡ് ചെയ്യണം. ടൂർണമെന്റ് ഇൻകം ഉള്ളത് 1,400 rupees ആണ്. അത് നമുക്ക് ഇന്നർ കോളത്തിൽ എഴുതിയിട്ട് എന്ത് ചെയ്യാവുന്നതാണ്? ആഡ് ചെയ്യാവുന്നതാണ്. 1,400. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ടൂർണമെന്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്. ടൂർണമെന്റ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്ന് നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് നമുക്ക് ഇൻകം ആണല്ലോ. ആ ഇൻകം നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ കൂടെ ആഡ് ചെയ്യാനുള്ളതാണ്. അതായത് ടൂർണമെന്റ് ഫണ്ട് ഇൻട്രസ്റ്റ് ഓൺ ടൂർണമെന്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്, അത് എമൗണ്ട് വരുന്നത് 1,200 ആണ്. അപ്പൊ 1,200 ആഡ് ചെയ്യാനുള്ളത്, മൊത്തം ആഡ് ചെയ്യാനുള്ളത് 2,600 rupees. ഈ 15,000 രൂപ ടൂർണമെന്റ് ഫണ്ടിന് കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്ര രൂപയാണ്? 17,600 രൂപയാണ് നമുക്ക് അത് ആഡ് ചെയ്യപ്പെടുന്നത്. അതിൽ നിന്ന് ഈ ടൂർണമെന്റ് ഫണ്ട് എക്സ്പെൻസുകൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ലെസ് ടൂർണമെന്റ് ഫണ്ട് എക്സ്പെൻസ് വരുന്നത് 1,750 rupees ആണ്. 1,750 rupees. ഈ 17,600 നിന്ന് നമ്മൾ 1,750 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 15,850 അല്ലെ? 15,850 രൂപയാണ് നമ്മളുടെ ഈ വർഷത്തെ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കേണ്ട ടൂർണമെന്റ് ഫണ്ട്. ഇത്രയാണ് സ്പെഷ്യൽ പർപ്പസ് ഫണ്ടുകളെ കുറിച്ച് കാണിക്കാനുള്ളത്. ഇതിലുള്ള ഈ 15,850 രൂപ മാത്രമേ ബാലൻസ് ഷീറ്റിന്റെ എമൗണ്ട് കോളത്തിലേക്ക് നിങ്ങൾ എഴുതാൻ പാടുള്ളൂ. ഇത്രയാണ് സ്പെഷ്യൽ പർപ്പസ് ഫണ്ട്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഇതാണ് എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റംസ്. അതായത് എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു
എന്താണ് നമുക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങി സ്റ്റോക്ക് ചെയ്യുന്നത്, നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സ്റ്റോക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ സ്റ്റേഷനറി ഐറ്റംസ് ആണ് സർവ ബിസിനസ്സുകളിലും ഉള്ള ഒരു കാര്യം. അപ്പൊ സ്റ്റേഷനറി ഐറ്റംസ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, സ്റ്റോക്ക് ചെയ്യും അല്ലെ. അങ്ങനെ സ്റ്റോക്ക് ചെയ്യുന്നത് അതിൽ നിന്ന് അതിന്റെ കൺസ്യൂംഡ് എത്രയാണ്, നമ്മൾ ഉപയോഗിച്ചത് എത്രയാണ്, അത്ര എമൗണ്ട് മാത്രമേ നമുക്ക് ഈ വർഷത്തെ ഇൻകം ആയിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ടാവും അറിയോ, നിങ്ങൾക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ ഓപ്പണിംഗിൽ എത്ര രൂപ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നുണ്ടാവും, ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നുണ്ടാവും, ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ടാവും, പിന്നെ എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു എന്നുള്ളതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം നമുക്ക് എത്ര രൂപയുടെ സാധനങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളത് കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഓപ്പണിങ്ങിലുള്ളതിന്റെ കൂടെ വാങ്ങിയത് കൂട്ടിയിട്ട് നമുക്ക് അവസാനം എത്ര രൂപ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് നോക്കിയാൽ മതി. അതായത് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഓപ്പണിംഗ് സ്റ്റോക്ക് ഫസ്റ്റ് എഴുതാം, ഓപ്പണിംഗ് സ്റ്റോക്ക്, അതിന്റെ കൂടെ ആഡ് ചെയ്യണം, ആഡ് പർച്ചേസസ് ആഡ് ചെയ്യുക, എന്നിട്ട് എന്ത് ലെസ് ചെയ്യുക, ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുക. ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വർഷം എത്ര രൂപയുടെ സാധനങ്ങളാണ് ഉപയോഗിച്ചത്, നമുക്ക് കൺസ്യൂം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പെട്ടെന്ന് കണ്ടെത്താവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ എമൗണ്ട് ഒരു 10,000 രൂപയാണെന്ന് വിചാരിക്കുക, ഈ വർഷത്തിന്റെ അവസാനം സ്റ്റോക്ക് ഉള്ളത് 8,000 രൂപയാണെന്ന് വിചാരിക്കുക, നമുക്ക് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഒരു 12,000 രൂപയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ നമ്മുടെ കയ്യിൽ 10,000 രൂപയുടെ സ്റ്റോക്ക്, സ്റ്റേഷനറി സ്റ്റോക്ക് ഉണ്ട്. നമ്മൾ ഈ വർഷം വാങ്ങിയത് 12,000 രൂപയുടെ സ്റ്റേഷനറി ഐറ്റംസ് ആണ്. അപ്പൊ നമുക്ക് ആലോചിക്കാമല്ലോ, ഓപ്പണിംഗിൽ 10,000 രൂപയുള്ളതിന്റെ കൂടെ 12,000 രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ മൊത്തം 22,000 രൂപയുടെ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും അല്ലെ. അതിൽ നിന്ന് 8,000 രൂപയുടെ സാധനങ്ങൾ ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ എത്ര രൂപയുടെ സാധനങ്ങൾ കൺസ്യൂം ചെയ്തിട്ടുണ്ടാവും, 14,000 രൂപയുടെ സാധനങ്ങൾ കൺസ്യൂം ചെയ്തിട്ടുണ്ടാവും, ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഉപയോഗിച്ചത് കണ്ടെത്തണമെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എമൗണ്ട് എത്ര രൂപയാണ് പറഞ്ഞത്, 10,000 രൂപ. ആ 10,000 രൂപയുടെ കൂടെ പർച്ചേസസ് ആഡ് ചെയ്യുക, പർച്ചേസസ് 12,000 രൂപ. ആ 12,000 രൂപ ആഡ് ചെയ്യുമ്പോൾ മൊത്തം 22,000 കിട്ടും. ആ 22,000ൽ നിന്ന് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് 8,000 ആണ്. ആ 8,000 കുറച്ചാൽ ബാക്കി 14,000 ആണ് നമുക്ക് എന്ത്, സ്റ്റേഷനറി കൺസ്യൂംഡ് ആണ് ഈ എമൗണ്ട്, സ്റ്റേഷനറി കൺസ്യൂംഡ്. ഓക്കെ, ദെൻ നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ടാവണമെന്നില്ല, പർച്ചേസ് എത്ര രൂപയാണെന്ന് തന്നിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ പർച്ചേസ് നമുക്ക് തന്നിട്ടില്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ എത്ര രൂപ, ഈ വർഷം നമ്മൾ എത്ര രൂപ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. നമ്മൾ എമൗണ്ട് പെയ്ഡ് ടു ദി ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ടാവും. അതുകൂടാതെ ഈ വർഷത്തിന്റെ അവസാനമുള്ള ക്രെഡിറ്റേഴ്സും ഈ വർഷത്തിന്റെ ആദ്യമുള്ള ക്രെഡിറ്റേഴ്സും അതുപോലെ തന്നെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ ക്രെഡിറ്റേഴ്സിന് കൊടുത്ത എമൗണ്ടും തുടക്കത്തിലുള്ളതും അവസാനമുള്ളതും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പർച്ചേസ് കണ്ടെത്താൻ വേണ്ടി ചെയ്യേണ്ടത്, നമ്മൾ ഈ വർഷം എത്ര രൂപ കൊടുത്തിട്ടുണ്ടോ ആ കൊടുത്തതിന്റെ കൂടെ ക്ലോസിംഗിലുള്ള ക്രെഡിറ്റേഴ്സ് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ഓപ്പണിംഗിലുള്ള അഡ്വാൻസും ആഡ് ചെയ്യണം. ഇതിന് നേരെ ഓപ്പോസിറ്റ്, ക്ലോസിംഗിലുള്ള അഡ്വാൻസും ഓപ്പണിംഗിലുള്ള ക്രെഡിറ്റേഴ്സും എന്ത് ചെയ്യുക, ലെസ്സും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ എന്ത് കിട്ടുന്നതാണ്, പർച്ചേസ് കിട്ടുന്നതാണ്. ഒന്നുകൂടി പറയാം, പർച്ചേസിന്റെ നമ്മൾ ഈ വർഷം കൊടുത്ത എമൗണ്ടിന്റെ കൂടെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യേണ്ടത് ഏതാണ്, ക്ലോസിംഗിലുള്ള ക്രെഡിറ്റേഴ്സും ഓപ്പണിംഗിലുള്ള അഡ്വാൻസും. ഓപ്പണിംഗിലുള്ള അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ ഈ വർഷത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ കൊടുത്തതാണ്. ഈ വർഷത്തിന് അവസാനമുള്ള ഔട്ട്സ്റ്റാൻഡിങ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ വർഷം വാങ്ങിയിട്ട് ഇനിയും കൊടുക്കാനുള്ള എമൗണ്ട് ആണ്. അപ്പോൾ ഈ വർഷത്തിന്റെ അവസാനം ഇനിയും കൊടുക്കാനുള്ള എമൗണ്ട് ഈ വർഷം കൊടുത്ത എമൗണ്ടിന്റെ കൂടെ നമ്മൾ കൂട്ടുമ്പോൾ എത്ര രൂപയ്ക്ക് നമുക്ക് മൊത്തം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കിട്ടും. അതിൽ നിന്ന് ലെസ് ചെയ്യേണ്ടത് ഈ വർഷത്തിന്റെ അവസാനമുള്ള അഡ്വാൻസ്.
അവസാനമുള്ള അഡ്വാൻസ് ആകുമ്പോൾ നമ്മൾ അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ട് കൊടുത്തതായിരിക്കും. ഈ വർഷത്തിന്റെ തുടക്കത്തിലുള്ള ഔട്ട്സ്റ്റാൻഡിങ്, അതായത് നമുക്ക് കഴിഞ്ഞ വർഷത്തെ എമൗണ്ട് ഇനിയും കൊടുക്കാനുള്ളതാണ്. അത് ലെസ്സും ചെയ്ത് കഴിഞ്ഞാൽ പർച്ചേസ് കിട്ടും. പർച്ചേസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ കൂടെ കൂട്ടിയിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേഷനറി കൺസ്യൂംഡ് എത്ര രൂപയാണെന്ന് നേരിട്ട് തന്നെ കണ്ടെത്താം. ഓക്കെ, അതോടെ ഇന്നത്തെ ഈ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. താങ്ക് യു.